Hi dears, welcome to Aadish Creations. നമ്മളിന്ന് airdryclay വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ airdryclay ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം airdryclay ഇതുപോലെ ബോളാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ റൗണ്ട് മോൾഡ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ലോക്കറ്റ് വന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ്. അപ്പം നമുക്ക് റൗണ്ട് മോൾഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ സൈഡൊക്കെ നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാപ്പില്ലേ, ഈ ഒരു ക്യാപ്പിൻ്റെ റൗണ്ട് വെച്ചിട്ട് നടുക്ക് ഒരു സിമ്പിൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് സെൻറ്ററിൽ തന്നെ വീണ്ടും ഒരു സിമ്പിളൂടെ കൊടുക്കാം, റൗണ്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ റിഫില്ലറിൻ്റെ ബാക്ക് സൈഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ടൂൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈനാക്കി എടുക്കുക ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള കുറേ ഗ്യാപ്പുള്ള കുറച്ച് ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മളുടെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ട് നമുക്കൊന്ന് കൊടുക്കാം. ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സിമ്പിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗം നോക്കിയതിന് ശേഷം ഒരു ഐപ്പിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ nichrome വെയർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് യു ഷേപ്പിലാക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാല മുത്തുകളൊക്കെ കോർക്കണമല്ലോ. എന്നിട്ട് ഞാൻ ഇത് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം. എന്നിട്ട് നമ്മുടെ സൈഡിലെല്ലാം ഞാനിവിടെ സ്റ്റിക്ക് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് ബീഡ് ഇതിന് മുമ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിങ്ക് ഷെയ്ഡിലുള്ള കളർ എടുത്തിരിക്കുന്നത്, അതുപോലെ ഓറഞ്ച് ഷെയ്ഡിലുള്ള കളറും. പിന്നെ ഞാൻ കമ്മലിനായിട്ട് സ്റ്റഡി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൗണ്ട് ഷേപ്പിൽ നമ്മളുടെ
ഒരു ക്യാപ്പില്ലേ, ആ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലോക്കറ്റിൽ നമ്മൾ എന്ത് ഡിസൈനാണോ കൊടുത്തത് അത് തന്നെയാണ് നമ്മളുടെ കമ്മലിനും കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് പിങ്ക് ഷെയ്ഡ് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പിങ്ക് ഷെയ്ഡും കൊടുക്കണം. അതുപോലെ നമ്മൾ സ്റ്റിക്ക് ബീഡ് ചെയ്തില്ലേ, സ്റ്റിക്ക് ബീഡിന് ഫുള്ള് നമുക്ക് ഗോൾഡൻ കളറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഇപ്പം ഞാൻ ആ ഒരു ഭാഗത്തൊക്കെ ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ സ്റ്റിക്ക് ബീഡിന് ഫുള്ള് ഞാൻ ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സെൻറ്റർ ഭാഗത്തില്ലേ, നമ്മൾ റൗണ്ട് ചെയ്തില്ലേ, നമ്മൾ റൗണ്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻട്രൽ ഭാഗത്ത് നമുക്ക് പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.